നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂര്യ, മാനസ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കമ്മീഷന് ബോധ്യപ്പെടണമെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും സൂര്യയും ഭാവനയും ആണെന്നുള്ള സത്യം ഒരിക്കലും പറയാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു പേര് പറഞ്ഞേ പറ്റൂ. ഇനി ആ പേരിലാണ് ഈ കേസിന്റെ ഭാവി. ഭാവന, ഞാൻ എന്താ വേണ്ടത്? സത്യം പറയാതെ ആ മാഡത്തിന്റെ മുന്നിൽ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. മധുറാം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് കണ്ടു. മാനസയുടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് വന്നാലും നീ തളർന്നു പോകരുത് മാനസ. നീ ധൈര്യമായിട്ടിരിക്ക. സൂര്യ, ഒന്ന് വന്നേ. സൂര്യ, എന്താ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കിതിനൊരു അവസാനം കണ്ടെത്തിയേ പറ്റൂ. ഭാവന, എന്താ? എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നീ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ ഇന്നും ആ മാഡം പലതും ചോദിക്കും. സൂര്യ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എന്താ ഭാവന? ഒന്നുമില്ല. ഇന്നത്തോടെ ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. സമ്മതിച്ചിരിക്കുന്നു സാറേ. ഇതിലും വലിയൊരു തെളിവിനി കിട്ടാനില്ല. ഈ മധുറാം ആരാണെന്ന് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇന്ന് നമ്മുടെ മോള് ബോധം കെട്ടി വീഴാതിരുന്നാ മതിയായിരുന്നു. ഇനി അവളുടെ ഒരടവും നടക്കത്തില്ല പ്രസീദേ. അവൾ ഇന്നലെ മനഃപൂർവ്വം വീണതുപോലെ അഭിനയിച്ചതാ. എല്ലാം ഭാവനയും സൂര്യയും കൂടി പറഞ്ഞു കൊടുക്കുന്നതാ. രണ്ടും പഠിച്ച കള്ളനും കള്ളിയോ. എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്നു. ഞങ്ങളുടെ മോളുടെ ഭാവിയാണ് സാർ ഞങ്ങളുടെ സ്വപ്നം. അവൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. നിങ്ങളെ സമാധാനമായിട്ടിരിക്കെ. നമ്മൾ എന്തായാലും ഒരാളെ വെറുതെ വിടില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാ അവര് കളിക്കുന്നേ. ഈ നാട്ടിലെ നിയമോ ശിക്ഷയുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിനുള്ള തെളിവാണ് ഞാനിപ്പോ ഇവിടെ എത്തിച്ചത്. സാറിന് ദൈവമായിട്ടാ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. നമ്മൾ ഈ കേസ് ജയിച്ചിട്ട് വേണം എനിക്ക് എന്റെ സഹോദരനോട് വിവരം വിളിച്ചു പറയാം. ഇന്നത്തോടെ ഭാവനയുടെ സൂര്യയുടെ ചീട്ട് ഞാൻ കീറും. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? മാനസ ആരുടെ പേരാണ് പറയുന്നതെങ്കിലും എതിർത്തോളണം. എന്നാലേ അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റൂ. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. ആദ്യം മാനസയോടൊപ്പം നിങ്ങൾ രണ്ടുപേരെയും വിളിക്കാനാണ് സാധ്യത. എന്തായാലും ഒറ്റയ്ക്കുള്ള തെളിവെടുപ്പ് ഉണ്ടാവില്ല. അതെല്ലാം ഇന്നലെ കഴിഞ്ഞു. ഈശ്വര, നല്ലൊരു തീരുമാനം തന്നെ ഉണ്ടാവണേ. അതെ, സമയമായി. നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരി. മാനസ, മാഡം വരൂ.
അജയൻ, പ്രസീത, മാഡം, വരൂ വരൂ. അജയനും പ്രസീതയും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാ. നിങ്ങൾ മകൾക്ക് നേരെ ഉന്നയിച്ച ആരോപണം മാനസ നിഷേധിച്ചിരിക്കുക. മാനസയുടെ കാമുകന്റെ കുഞ്ഞാണ് മാനസയുടെ വയറ്റിൽ വളരുന്നതെന്നാണ് മാനസ പറയുന്നത്. അവര് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു എന്നാ. ഞങ്ങളുടെ മോള് പറയുന്നത് കള്ളവാ മാഡം. ഞങ്ങളുടെ മോക്ക് ദുബായ് വെച്ച് ഒരു ചെറുപ്പക്കാരനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ അന്നേ ഒഴിവാക്കിയതാ. അവനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരില ഇവൾ ഈ നാട്ടിലോട്ട് വന്നത് തന്നെ. ഇവിടെ വന്നതിന് ശേഷം അവനെ ഇവള് കണ്ടിട്ടില്ല. ഇപ്പൊ ആരെയോ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഇവളീ കള്ളം പറയുന്നത്. മാഡം, ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ഇവര് പറയുന്ന ആളല്ല എന്റെ കാമുകൻ. അയ്യോ മാഡം, ഇവളീ പറയുന്ന കാമുകൻ ആരായിരുന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവനെ സ്വീകരിക്കാൻ ഒരുക്കവാ. മാഡം, ഇതൊക്കെ ഇവരുടെ തന്ത്രങ്ങളാ. ഇവർക്ക് കാശിനോട് മാത്രമേ ഉള്ളൂ സ്നേഹം. മേഡം, ഇവൾക്ക് ആഡംബരത്തോടുള്ള ജീവിതമാണ് ആഗ്രഹം. അതിനുവേണ്ടി ഇവൾ എന്തും ചെയ്യും. മാഡം, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ കാശ് എടുത്ത് ആഡംബരം കാണിച്ചിട്ടില്ല. ഇവർക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഭാവനയും ആന്റിയും നാട്ടുകാരുടെ മുന്നിൽ അവഹേളിക്കുക. അതിനു വേണ്ടിയോ ഈ വാടക ഗർഭത്തിന്റെ പരാതിയായിട്ട് വന്നത്? ഇവര് പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്റെ ഏക ആശ്രയമായ അവരെന്നെ ഉപേക്ഷിക്കുമല്ലോ. അതാ ഇവരുടെ ആഗ്രഹം. സൂര്യയോടും ഭാവനയോടുള്ള വൈരാഗ്യം തീർക്കാനാ ഇവരിങ്ങനൊരു വ്യാജ പരാതി തന്നത്. അപ്പൊ മാനസ പറയുന്നത് ഈ പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ മാനസയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവിടെ തുറന്നു പറയണം. മാഡം, ഇവൾ എന്ത് കള്ളം പറഞ്ഞാലും ആരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് പോലും നീ ഇപ്പൊ ചെയ്യുന്ന ദ്രോഹമാണ്.